ഒന്നും ആയില്ലല്ലോ. കാരണം ചർച്ച നടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പേ നമ്മളായിക്കൊണ്ട് എന്ത് പറയാനാണ്, ഇത് നമ്മുടെ ആരാധനായ പ്രസിഡന്റ് PC ചാക്കോയും അതുപോലെ തന്നെ ദേശീയ പ്രസിഡന്റും തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് ഇതുവരെയും എനിക്കൊരു ന്യൂസും കിട്ടിയിട്ടില്ല എന്താണെന്നുള്ളത്. അല്ല, പ്രതീക്ഷിക്കണമല്ലോ, ജീവിതമല്ലേ, പ്രതീക്ഷയില്ലാത്ത എങ്ങനെ ജീവിതമാകുന്നത്. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതും പല രീതിയിൽ സംവാദങ്ങൾ നടന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഞാനും പാർട്ടിയുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പം പാർട്ടി എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും അത് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ മനസ്സിലില്ല. ഇല്ല. അല്ല, പല കാര്യത്തിനും ആവേശം പല രീതിയിലാണ്. ആദ്യത്തെ ആവേശമല്ലല്ലോ ഇപ്പോൾ എന്ന് പറയുന്നത് പാർട്ടിയുമായിട്ട് വളരെ യോജിച്ച് പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പാർട്ടിക്ക് ഒരുപാട് ദുഃഖാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രഫുൽ പട്ടേലും അജിത് പവാറും ഒക്കെ പാർട്ടി വിട്ടുപോയി. അങ്ങനെ പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശരത് പവാറിന്റെ നല്ല സംയോജിതമായ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ കഴിവും കൊണ്ടാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ ഉന്നതമായ വിജയം നേടിയത്. അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല. അപ്പം പവാർജിയാണ് NCP എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അപ്പം പവാർജി തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിനാണ് ധാരണയിലെത്തിയ മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നല്ലോ. ധാരണയിൽ അതിന് ധാരണയിലെത്തിയിരുന്നു 2.5 വർഷം വീതം ഉള്ള ഒരു മന്ത്രിസ്ഥാനം വീതം കിട്ടും. അപ്പൊ അതിനനുസരിച്ചായിരുന്നു ഇതിനു മുമ്പും പലതവണ തോമസ് കെ തോമസ് മന്ത്രിയാകും എന്നുള്ള വാർത്തകളൊക്കെ വന്നത്. അതുപോലെ തന്നെയാണോ ഇത്തവണ? അല്ല, ഇപ്പോൾ ഈ ന്യൂസ് എല്ലാം കൂടി ഈ രീതിയിൽ വന്നത് എന്നാണെന്ന് എനിക്ക് തന്നെ ഒരു അതിശയമായിട്ട് തോന്നുക. കാരണം അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ ഇന്നലെ നിങ്ങൾ എന്നെ എല്ലാവരും വിളിക്കുന്ന സമയത്ത് മുട്ടാറിലെ ഒരു ഫംഗ്ഷന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത് എങ്ങനെ വന്നു, ഈ ന്യൂസ് എങ്ങനെ വെളിയിലായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോഴും നമുക്കറിയത്തില്ല. ഞാനൊരു കാര്യത്തിനകത്ത് ഇടപെട്ടിട്ടില്ല. എൻ്റെ സംസ്ഥാന നേതാവ് PC ചാക്കോയാണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിന് തീരുമാനമെടുക്കേണ്ടത്. ദേശീയ പ്രസിഡന്റ് ശരത് പവാർജിയാണ്. അപ്പം അദ്ദേഹമാണ് ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്. അപ്പം അവരെന്ത് തീരുമാനമെടുത്ത് എന്നെ അറിയിച്ചാലും അത് ഉൾക്കൊള്ളാനും അത് ചെയ്യുവാനും ഞാൻ തയ്യാറാണ്. അതാണ് എൻ്റെ വിഷയം. അല്ല, ചാക്കോ സാറുമായിട്ട് മിക്കവാറും കാണുന്നുണ്ട്. ഇന്നലെയും കണ്ടായിരുന്നു, അതിന് മുമ്പേയും കണ്ടു. പല പ്രാവശ്യമായിട്ട് അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇത് അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിപ്പം നിങ്ങളുടെ ഇതിൽ നിന്നാണ് എനിക്ക് ന്യൂസ് വന്നത്. ജില്ലാ പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് അവിടെ കൂടിയെന്നും അതനുസരിച്ച് ഒരു അഭിപ്രായം എടുത്തെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അതും ചാക്കോ സാർ എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ അജണ്ടയിൽപ്പെട്ട കാര്യമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്റെ അറിവിലുള്ളത്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ മന്ത്രിസ്ഥാനം എന്നുള്ള വിഷയത്തിലാണ് നിങ്ങളിപ്പോൾ എല്ലാവരും ഓടി നടക്കുന്നത്. ഞാൻ പറഞ്ഞത് പാർട്ടി എന്ത് ഉത്തരവാദിത്തമാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് പാർട്ടിയെ തീരുമാനിക്കേണ്ടത്. MLA ആക്കിയത് പാർട്ടിയല്ലേ. അപ്പൊ എന്ന് പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും സ്ഥാനങ്ങളോ മാനങ്ങളോ തരണമെങ്കിൽ പാർട്ടി വേണം തരാനായിട്ട്. എങ്ങനെ? അതൊരു വാദമല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനമോ പണ്ട് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. ഇത് വാദമോ അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമൊന്നുമല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നേരത്തെയുള്ള തീരുമാനമാണ് ഞാൻ നേരത്തെ എല്ലാം പത്രസമ്മേളനത്തിനും അല്ലാതെയും സംസാരിച്ചിരുന്നത്. ഇപ്പോഴത്തെ എന്റെ നിലപാടെന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പാർട്ടി അധ്യക്ഷന്റെ നിർദ്ദേശാനുസരണം, ദേശീയ പ്രസിഡന്റ് നിർദ്ദേശാനുസരണം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതായ ഒരു രീതിയിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹങ്ങളാണ്, പല ചോദ്യങ്ങളും.